നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിൽ കുറേ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ഇന്നോവ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നോവയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഡൽഹി മാർക്കറ്റിൽ നിന്നൊക്കെ ഇന്നോവ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 10 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഡൽഹി മാർക്കറ്റിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ കിട്ടണമെങ്കിൽ തന്നെ 12, 13, 14 കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ കിട്ടണമെങ്കിൽ തന്നെ ഹരിയാന ബോർഡറിലേക്ക് അല്ലെങ്കിൽ UP ബോർഡറിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. അതും ഇൻ്റർകൂളർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇൻ്റർകൂളറുള്ള വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ഇപ്പോൾ നമുക്ക് 15 വണ്ടി മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതും എണ്ണം വളരെ കുറവാണ്. അതുപോലെ തന്നെ വിലയും അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിലയ്ക്കകത്ത് ഒരു 2015 V ഓപ്ഷൻ, അതായത് ഡയമണ്ട് കട്ട് അലോയി, അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഇന്നോവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കസ്റ്റമർ എടുത്ത് കിടക്കുന്ന വണ്ടിയാണ്, വേറെ ഡീലർ എടുത്തോ കാര്യങ്ങളെടുത്തോ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീലർ എടുത്ത് എത്തുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി വെക്കാറുള്ളത്. അപ്പോൾ ഇതൊരു ആക്ച്വൽ കണ്ടീഷനിലുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ നമ്മളെടുത്ത് കിട്ടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാട്ടോ. 2015 15 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 15 ജൂലൈ 21 വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കിലോമീറ്റർ കുറച്ചധികം ഓടിയിട്ടുണ്ട്. 1,74,000 ഓടിയിട്ടുണ്ട്. പക്ഷേ ഫുള്ള് ത്രൂ ഔട്ട് കമ്പനി സർവീസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് അല്ല. ഞാൻ എടുത്തു പറയുകയാണ്, കാരണം അധിക വണ്ടികളും റീപ്ലേസ്ഡ് കാണാറുണ്ട്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത വണ്ടി ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവരെപ്പോലുള്ള ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. കാരണം റീപ്ലേസ്ഡ് ഇല്ലാത്ത ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ഇല്ലാത്ത ഒരു ഇന്നോവയാണ്. അതുപോലെ തന്നെ വേറെ ബോണറ്റോ ഡോറോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ മാറിയിട്ടില്ല. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 80% ടയർ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെളിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുമെന്നറിയില്ല. എന്നാലും ഒരു 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ടയറൊക്കെ തൊട്ടൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ചെളി ആയതുകൊണ്ട് തൊട്ട് നോക്കുന്നൊന്നുമില്ല. ഇപ്പോൾ പുറകിലെ ടയറാണെങ്കിൽ ഇതും ഒരു 90% ടയർ ഈ ഒരു പുറകത്തെ ടയറും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 15, 15, 15, 15 എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. പുറകിലെ ഡോറ് നോക്കാം, നമുക്ക് ഒറിജിനൽ ഡോറാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ നോക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ പാർട്ടിയുടെ അടുത്ത് കിടക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി വന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ കമ്പനി സർവീസ് തന്നെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ആകെ 2 പ്രാവശ്യം കമ്പനിയിൽ നിന്നൊരു ചെറിയ വർക്ക് എടുത്തുള്ളത്. അതായത് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒന്ന് പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ മേജർ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇത് 8 സീറ്റർ വണ്ടിയാട്ടോ. നല്ലൊരു ഓപ്ഷൻ, അതായത് 7 സീറ്റർ വണ്ടിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 8 സീറ്റർ വണ്ടി കൂടിയാണ്. 8 സീറ്ററൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. ബോഡിയുടെ മുകളിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്കൊന്ന് പോളിഷ് ചെയ്താൽ കിട്ടേണ്ടതാണ്. ഇനിയിപ്പം പെയിൻറ്റ് ടച്ചപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു കോസ്റ്റൊന്നും പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരില്ല. പുറകിലത്തെ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 തന്നെയാണ് പുറകിലെ ഗ്ലാസ്സും വന്നിട്ടുള്ളത്. നമുക്ക് ഡിക്കി നോക്കാം. ഡിക്കി ഒറിജിനൽ ഡിക്കി തന്നെയാണ്. ഇതൊക്കെ ചെളിയാട്ടോ സംഭവം, ഒക്കെ ക്ലീൻ ചെയ്താൽ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു പില്ലറിലെ വർക്ക് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ നോക്കാം. ഇതൊന്നും വർക്കൊന്നും എടുത്തിട്ടില്ല. പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട്. ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു പഞ്ചിങ് മാർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇന്നോവ ആയതുകൊണ്ട് വലിയ വണ്ടി തന്നെയാണ്, പുറകിൽ തട്ടുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു തട്ടുമില്ല. എല്ലാ പഞ്ചിങ് മാർക്കും ഇവിടെ തന്നെ ഉണ്ട്. ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇന്നോവയൊക്കെ നമ്മളെന്തായാലും തീർച്ചയായിട്ടും ഇവിടേക്ക് എന്തായാലും അഴിച്ചു നോക്കണം. കാരണം പുറകുനിന്ന് തട്ടൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഇവിടുത്തെ ഒരു ട്രാഫിക്കിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജാക്കിയും സ്പാനർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ടയർ നമുക്കൊരു 70% ടയർ പറയാം കേട്ടോ. ബമ്പറിന് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ശരിയാക്കേണ്ടതായിട്ട് വരും. വേറെ പൊട്ടൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ആക്സിഡൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഡിക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പൊടിയുണ്ട് നല്ലോണം. 2.5 V ആണ് വരുന്നത്. അതായത് V ഇന്നോവയ്ക്ക് അത്യാവശ്യം നല്ലൊരു എൻക്വയറി നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഡിമാൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു 80-90% ടയർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് പോകാം. ഈ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് കേട്ടോ. ഇത് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് മാറിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു സൈഡിലത്തെ പില്ലർ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ വല്ല തട്ടോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ ഉള്ള കാര്യം. നല്ല ടൈറ്റാണ്, അയക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അയച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തട്ടും കാര്യങ്ങളും ഇല്ല. എല്ലാ പഞ്ചിങ് മാർക്കും അതേപോലെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളതാണ്. അത്ര വലിയൊരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം തട്ടിയിട്ട് വേറെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ബോഡി പാർട്സിന് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഗ്ലാസ് മാറിയതല്ല. ഈ ഒരു ഡോറ് ഒറിജിനൽ ഡോറ് തന്നെയാണ്. ഇപ്പോൾ ഇൻറ്റീരിയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് ചിലപ്പം ഫുള്ള് ചെളി പിടിച്ച് കിടക്കുന്ന ഫീൽ ഉണ്ടാവും. എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നൊരു ഇൻറ്റീരിയർ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒരു പോളിഷിങ്ങും ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സെറ്റായി. യെസ്, ഈ ഡോറും ഒറിജിനൽ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതും റീപ്ലേസ്ഡ് അല്ല. നല്ല ചെളിയുണ്ട്. പിന്നെ ഇതിൻ്റെ കീ 1 2 3 കീ ഉണ്ട് കേട്ടോ ഇതിൻ്റെ. യെസ്, 3 കീ നമുക്ക് അവൈലബിൾ ആണ്. കമ്പനി സ്റ്റീരിയോ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടെയുള്ള അധിക വണ്ടികൾക്ക് ഞാൻ കാണാറുണ്ട്. മീൻസ് ഇതിൻ്റെ ലോക്കാണ്, ഈ ഗിയർ ലോക്ക് ചെയ്തിടുന്നതാണ്. ഇവിടെയുള്ള മോഷണമൊക്കെ കൂടുതലായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാമ്പ് വന്നിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടേക്കും ആളുകൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇടുമ്പോൾ. അതൊക്കെ നമുക്ക് അഴിച്ച് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഈ ഒരു 15ആവുന്ന സമയത്ത് തന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ കളറൊക്കെ വ്യത്യാസമാണ് കേട്ടോ. ആ ഒരു ബീച്ച് കളറല്ല വരിക, ഒരു കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡോട് കൂടിയിട്ടുള്ള കളറാണ് ഡാഷ്ബോർഡിനൊക്കെ വരിക. എന്തായാലും എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 5,000 രൂപ മുടക്കിയിട്ട് ഇൻറ്റീരിയർ ക്ലീനിങ്ങും അതുപോലെ തന്നെ പോളിഷിങ് കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. 14 ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ടയർ നോക്കുകയാണെങ്കിൽ ഇതും ഒരു 80% ടയറുണ്ട്. ഹെഡ് ലാമ്പൊക്കെ ഒന്ന് ആ കാലപ്പഴക്കത്തിൻ്റെതായ ഒരു പഴക്കമുണ്ട്, ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു 50 രൂപ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു എംബ്ലം വാങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്യണം, നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകാനുണ്ട് വണ്ടി. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ സ്ഥിതികൾ. 2015 സിംഗിൾ ഓണർ, 1,73,000 ഓടിയിട്ടുണ്ട്. 2015 ജൂലൈയിലാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 8,40,000 രൂപയാണ്. അത് ഫൈനൽ റേറ്റാണ്. 8.40 lakhs. ആ റേറ്റിനകത്ത് നമുക്ക് NOC കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. വേറെ ചിലവോ കാര്യങ്ങളോ അതിൻ്റെ മുകളിൽ വരുന്നില്ല. പിന്നെ വണ്ടി ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കാനാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ട്. ബാംഗ്ലൂരേക്കാണ് കൂടുതലും വണ്ടികൾ കൊടുത്തുവിടാറുള്ളത്. ബാംഗ്ലൂരേക്ക് ഇന്നോവയ്ക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ മുതൽ 25,000 രൂപേൻ്റെ ഇടയിലാണ് ചാർജ് കാര്യങ്ങളൊക്കെ വരിക. ഓരോ ഏജൻസികളും ഓരോ ചാർജാണ് ഈടാക്കുന്നത്. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 lakhിൻ്റെ അടുത്ത് തന്നെ ടാക്സ് ആയിട്ട് അടയ്ക്കാനുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാലും നാട്ടിലെ കേരള വണ്ടിക്ക് നിങ്ങൾക്കറിയാമല്ലോ 2015 BE ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ വരെ ഇപ്പം മാർക്കറ്റിൽ വില ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റിൽ എടുക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി. മാർക്കറ്റിൽ കിട്ടാനില്ല, അതാണ് ഒന്നാമത്. കിട്ടാനില്ലാത്ത സാധനത്തിന് കുറച്ച് വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ കേരളത്തിലായാലും ഡൽഹിയിലായാലും ഒക്കെ ഇത് തന്നെയാണ് സ്ഥിതി. പണ്ട് കാലത്ത് ഇത്രയും വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ വില ഇങ്ങനെ കൂടുകയുള്ളൂ, കുറയുമല്ലോ ഒരിക്കലും. അപ്പം നല്ല ടയർ കാര്യങ്ങളൊക്കെയുള്ള, അതുപോലെ തന്നെ ബോഡി ആണെങ്കിലും റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ്ഡ്. അതും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ട് മാറിയല്ല, ഗ്ലാസ് മാത്രമാണ് മാറിയിട്ടുള്ളത്. ഫ്രെയിമിനകത്തോ ബോഡി പാർട്സിനകത്തോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ബോണറ്റ് കാര്യങ്ങൾ, ഡോറ് കാര്യങ്ങൾ, ഫ്രണ്ട് ഗ്ലാസ്, ബാക്കിയുള്ള എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ത്രൂ ഔട്ട് കമ്പനി സർവീസുമാണ്. അതാണ് പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് 8,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. പിന്നെ കാറുകൾ നോക്കുന്നവർക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പല ആളുകൾക്കും നമ്മളെ പണ്ടേ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആ സംഭവങ്ങൾ അറിയാം. അപ്പോൾ ഞാനെന്തായാലും വീഡിയോ ഇടുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഈ ഒരു കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഇപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഓൾറെഡി ഞാൻ 2-3 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇടുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, ലോൺ ചോദിച്ചിട്ട് കുറേ ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഇവിടെ ലോണ് പോസിബിൾ അല്ല. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്പർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാം. 25,000 അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് ഒരു വാങ്ങിക്കാം. അത് എല്ലാ സ്ഥലത്തും, ഒട്ടുമിക്ക സ്ഥലത്തും മിനിമം 25,000 നമ്മൾ പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമുക്കൊരു 3-4 ദിവസം വരെ നമുക്കതിന് ഗ്യാപ്പ് കിട്ടും. അതിനിടയിൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ വണ്ടി ഡെലിവറി എടുക്കാം. അങ്ങനെയാണ് പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ RC ബുക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നത്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഇതുപോലുള്ള പുതിയ വണ്ടികളുമായിട്ട് ഉടൻ തന്നെ കാണാം. അതൊരു ഇറ്റ്സ് മീ മനു. ബൈ.